പ്രീതികാര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുറപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണ ചരിത്രവും ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണവും ഐക്യരാഷ്ട്രസഭയുടെ നിയമാവലിയായ UN ചാർട്ടറിനെ കുറിച്ചും പിന്നെ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യമേഖലയും പഠിച്ചുറപ്പിച്ചു അല്ലേ. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങളെ കുറിച്ചാണ്. പരിശോധിച്ചാലോ? ഐക്യരാഷ്ട്രസഭയ്ക്ക് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്ന സമയത്ത് 6 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു ഘടകം ഒഴിവാക്കപ്പെട്ടു. നിലവില് 5 ഘടകങ്ങളാണ് ഉള്ളത്. ഓക്കെ. ഐക്യരാഷ്ട്രസഭയ്ക്ക് രൂപീകരിക്കുന്ന സമയത്ത് എത്ര ഘടകങ്ങൾ ഉണ്ടായിരുന്നു? 6 ഘടകങ്ങൾ. എന്തൊക്കെ? പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്. ഇത് മൂന്നും ലീഗ് ഓഫ് നാഷൻസിനും ഉണ്ടായിരുന്നു അല്ലെ. അസംബ്ലി, കൗൺസിൽ, സെക്രട്ടേറിയറ്റ്. ഇത് മൂന്നും എന്തിനുണ്ടായിരുന്നു? ലീഗ് ഓഫ് നാഷൻസിനും. അപ്പോൾ ലീഗ് ഓഫ് നാഷൻസിലുള്ള അതേ 3 ഘടകങ്ങൾ അതേപടി കടം കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അല്ലെ, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു 15 പ്രത്യേക ഏജൻസികളുണ്ട്. സ്പെഷ്യൽ ഏജൻസീസ്. ആ പ്രത്യേക ഏജൻസികളുടെ കോർഡിനേഷന് വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? 4ാമത്തെ ഘടകമായ സാമ്പത്തിക സാമൂഹിക സമിതി. പിന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ചു. ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപവിഭാഗമായി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ കീഴില് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് ഉണ്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉണ്ട്. അത് ഏതെങ്കിലും രാജ്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് കീഴിലാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉള്ളത്. അത് നമ്മൾ ഒരുമിച്ച് അവിടെ പഠിച്ചുറപ്പിക്കും. ഒറ്റ ഘടകമായിട്ട് തന്നെയാണ് കണക്കാക്കുക. അടുത്ത പരിരക്ഷണ സമിതി. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണ സമയത്തുണ്ടായിരുന്നതും എന്നാൽ നിലവിൽ ഇല്ലാത്തതുമായ ഐക്യരാഷ്ട്രസഭയുടെ ഘടകമാണ് പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്ന സമയത്ത് ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ഇടപെട്ടു. ഒരുപാട് സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചു. ആ കാലയളവില് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭരണാധികാരമില്ലാതെ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഭരണ സംവിധാനമോ ഇല്ലാത്ത ചില രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ ഭരണ ചുമതല ഐക്യരാഷ്ട്രസഭ ഏറ്റെടുത്തു. തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തില് മറ്റ് രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടി അവിടെ ഭരണ സംവിധാനം സ്ഥാപിക്കുക. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഭരണ സംവിധാനം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പരിരക്ഷണ സമിതിക്ക് ജോലിയില്ലല്ലോ. അതുകൊണ്ട് ആ ഘടകം പിന്നീട് നിർത്തലാക്കി. കൃത്യമായി പറഞ്ഞാൽ 1994ലാണ് നിർത്തലാക്കുക. അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോൾ 6 ഘടകങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ എത്രണ്ണേ ഉള്ളൂ? 5 ഘടകങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ് നിലവിലുള്ള ഘടകങ്ങൾ? പൊതുസഭയുണ്ട്, രക്ഷാസമിതിയുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, സാമ്പത്തിക സാമൂഹിക സമിതിയുണ്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്, പരിരക്ഷണ സമിതിയുണ്ട്. ഇതിൽ ആദ്യത്തെ 3 ഘടകങ്ങൾ പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ് എന്നിവ ലീഗ് ഓഫ് നാഷൻസിലുള്ളത് അതേപടി കടമെടുത്തു. ലീഗ് ഓഫ് നാഷൻസിന്റെ ഉപഘടകമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉപഘടകമായിരുന്നു. ലീഗ് ഓഫ് നാഷൻസിന്റെ ഉപഘടകമായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായി മാറി. പിന്നെ ലോകരാജ്യങ്ങളെ സഹായിക്കുന്നതിനും ലോകരാജ്യങ്ങളെ പ്രചോദനം നൽകി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് ജനങ്ങളുടെ സാമൂഹിക പശ്ചാത്തലം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്പെഷ്യൽ ഏജൻസീസ് ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ 15 സ്പെഷ്യൽ ഏജൻസീസ്. അത് ലീഗ് ഓഫ് നാഷൻസിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രത്യേക ഏജൻസികളുടെ കോർഡിനേഷനാണ് സാമ്പത്തിക സാമൂഹിക സമിതി വിഭാവനം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ലീഗ് ഓഫ് നാഷൻസിൽ നിന്ന് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക സാമൂഹിക സമിതി തന്നെയാണെന്ന് പറയേണ്ടി വരും. അത്രത്തോളം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇടപഴകുവാനായിട്ട് ഈ സാമ്പത്തിക സാമൂഹിക സമിതിയുടെ കീഴിലുള്ള സ്പെഷ്യൽ ഏജൻസീസ് ഐക്യരാഷ്ട്രസഭയെ ഏറെ സഹായിക്കുന്നുണ്ട്. ആ സ്പെഷ്യൽ ഏജൻസീസ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നു. ഓക്കെ അല്ലേ? നമുക്ക് ഇനി വിശദമായി ഇവ ഓരോന്നും പരിശോധിക്കാം. നീതിന്യായ കോടതി ഒഴികെയുള്ള ഘടകങ്ങളുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ 6 ഘടകങ്ങളുണ്ടല്ലോ. അതില് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒഴികെയുള്ളവയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നെതർലൻഡിലെ ഹേഗ്.
ഐക്യരാഷ്ട്രസഭയുടെ കാലഹരണപ്പെട്ട ഘടകമാണ് പരിരക്ഷണ സമിതി. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള 11 ട്രസ്റ്റ് പ്രദേശങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഭരണ നടത്തിപ്പിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടു. ഈ പ്രദേശങ്ങൾ ട്രസ്റ്റ് പ്രദേശങ്ങൾ സ്വതന്ത്രമായതോടുകൂടി 1994 പ്രവർത്തനം അവസാനിപ്പിച്ചു. 1994 ശേഷം പിന്നെ എത്ര ഘടകങ്ങളേ ഉള്ളൂ? 5 ഘടകങ്ങളേ ഉള്ളൂ. ആ 5 ഘടകങ്ങൾ നമ്മൾ വിശദമായി പഠിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒഴികെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് ഘടകങ്ങളുടെ 5 ഘടകങ്ങളുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ്. കാലഹരണപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പരിരക്ഷണ സമിതി അഥവാ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള 11 ട്രസ്റ്റ് പ്രദേശങ്ങളുടെ ഭരണ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ ഇവ സ്വതന്ത്രമായപ്പോൾ സ്വാഭാവികമായിട്ടും ട്രസ്റ്റിഷിപ്പ് എന്ന ഘടകത്തിന് ജോലിയില്ലാതായി. അതുകൊണ്ട് 1994 ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ അഥവാ പരിരക്ഷണ സമിതിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദ്യ ഘടകമാണ് പൊതുസഭ. പൊതുസഭയെക്കുറിച്ച് ആധികാരികമായി തന്നെ നമുക്ക് പഠിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ലീഗ് ഓഫ് യുണൈറ്റഡ് നേഷൻസിന്റെ അഥവാ ഐക്യരാഷ്ട്രസഭയിലെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അംഗസംഖ്യ കൊണ്ട്, അധികാരം കൊണ്ടല്ല, അംഗസംഖ്യ കൊണ്ട് കേട്ടോ. ഇനി അധികാരം കൊണ്ടെന്ന് വിചാരിച്ചേക്കരുത്. അംഗസംഖ്യയുടെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് പൊതുസഭയാണ്. ആസ്ഥാനം നമ്മൾ പറഞ്ഞു അല്ലെ. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒഴികെയുള്ള മറ്റെല്ലാത്തിന്റെയും ആസ്ഥാനം ഇവിടെ ന്യൂയോർക്ക് തന്നെ അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ട് പൊതുസഭയുടെ ആസ്ഥാനം ഇവിടെ ന്യൂയോർക്ക് തന്നെ. അംഗരാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തുന്ന വേദിയാണ് പൊതുസഭ. വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിക്കണം എന്നാണ് കണ്ടീഷൻ കേട്ടോ. വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിക്കണമെന്നാണ്. അപ്പോ അംഗരാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച് വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തുന്ന വേദിയാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ. പൊതുസഭയുടെ കീഴില് ഭരണ സൗകര്യത്തിന് വേണ്ടി പ്രധാനപ്പെട്ട 6 കമ്മിറ്റികൾ നിലവിലുണ്ട്. പ്രഥമ സമ്മേളനം നടന്നത്, ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു അല്ലെ, 46 ലണ്ടനിലാണെന്ന്. ഇവിടെ കൃത്യമായ ഡേറ്റ് പഠിക്കുന്നു, 1946 ജനുവരി മാസം 10-ാം തീയതി ലണ്ടനിൽ. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഘടകമായ പൊതുസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ജനുവരി 10-ന് ഇവിടെ ലണ്ടൻ. ക്ലിയർ ആണേ. അടുത്ത് പറയുന്നു വിശേഷണങ്ങൾ. ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നു. കാരണം എന്താ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജനപ്രതിനിധികൾ അവര് പ്രതിനിധിയായി പങ്കെടുക്കുന്ന പ്രദേശത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നു. അത് ചിലപ്പോൾ ആവശ്യങ്ങളാവാം, മറ്റു ചിലപ്പോ ആശയങ്ങളുമാകാം. ഇവിടെ ലോകത്തെ 193 രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രതിനിധികൾ അവരുടെ രാജ്യത്തിന്റെ ആശയങ്ങളോ ആശങ്കകളോ ആവശ്യങ്ങളോ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലമാണ് പൊതുസഭ. അതുകൊണ്ട് ഇതിനെ ലോക പാർലമെന്റ് എന്ന് വിളിക്കുന്നു. കൂടാതെ രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്ന് വിളിക്കുന്നു. കൂടാതെ ലോകത്തിന്റെ സമ്മേളന നഗരി എന്നറിയപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കാര്യവിചാര സഭ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഘടകമായ പൊതുസഭയുടെ വിശേഷണങ്ങൾ എന്തൊക്കെ? ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നു, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്നു, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നറിയപ്പെടുന്നു, ഐക്യരാഷ്ട്രസഭയുടെ കാര്യവിചാര സഭ എന്നറിയപ്പെടുന്നു. മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണം. തീരുമാനങ്ങൾ പാസ്സാക്കാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2/3 ഭൂരിപക്ഷം. പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം വേണം. നമ്മളതിനെ എന്തെന്ന് വിളിക്കും? ഇവിടെ സ്പെഷ്യൽ മെജോറിറ്റി, പ്രത്യേക ഭൂരിപക്ഷം എന്ന് വിളിക്കും. ഒന്നെങ്കിൽ എന്ന് പറയാം 2/3 ഭൂരിപക്ഷം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാം. സ്പെഷ്യൽ മെജോറിറ്റി. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ എന്നർത്ഥം അല്ലെ. എന്നാൽ ഇവിടെ പ്രധാന തീരുമാനങ്ങൾ പാസ്സാക്കാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2/3 ഭൂരിപക്ഷമാണ്, അഥവാ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രധാന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാ അല്ലെ? സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് വരും. തുടർന്ന് പഠിക്കും, പേടിക്കേണ്ട.
ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് പോയാലോ? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഏറ്റവും വലിയ ഘടകമാണ്. ആസ്ഥാന ന്യൂയോർക്കാണ്. അംഗരാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്ന വേദി. പ്രധാന കമ്മിറ്റികളുടെ എണ്ണം 6. പ്രഥമ സമ്മേളനം നടന്നത് 1946 ജനുവരി 10 ലണ്ടനിൽ. വിശേഷണങ്ങൾ: ലോക പാർലമെന്റ്, 4 രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നും ലോകത്തിന്റെ സമ്മേളന നഗരി എന്നും യുഎൻ കാര്യവിചാര സഭ എന്നും അറിയപ്പെടുന്നു. പ്രധാന തീരുമാനങ്ങൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2/3 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം. എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക ഘടകമാണ്. രക്ഷാസമിതിയിലോ സെക്രട്ടേറിയറ്റിലോ സാമ്പത്തിക സാമൂഹിക സമിതിയിലോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലോ ഒന്നും എല്ലാ രാജ്യങ്ങൾക്കും ഒരേ സമയം പങ്കാളിത്തമില്ല. എല്ലാ രാജ്യങ്ങൾക്കും ഒരേ സമയം പങ്കാളിത്തമില്ല. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ സമയം പ്രാതിനിധ്യമുള്ള പങ്കാളിത്തമുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഒരേ ഒരു ഘടകമാണ് എന്ത്? പൊതുസഭ. അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യം. അവിടെ ആർക്കും മേൽക്കോയ്മയില്ല, വലിപ്പച്ചെറുപ്പമില്ല. ഓരോ രാജ്യങ്ങൾക്കുമുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് 5. ഓരോ രാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ വീതം അയക്കാം. അത് രാജ്യത്തെ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണവർഗം, മന്ത്രി, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അങ്ങനെ ആകണമെന്നൊന്നും നിർബന്ധമില്ല. രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 5 പേർക്ക് പങ്കെടുക്കാം. അത് ഉദ്യോഗസ്ഥരാകാം, ജനപ്രതിനിധികളാകാം, ക്യാബിനറ്റ് അതായത് മന്ത്രിസഭാംഗങ്ങളാകാം, ജുഡീഷ്യൽ അംഗങ്ങളാകാം, ആരും ആയിക്കോട്ടെ. രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 5 അംഗങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സമ്മേളിക്കാം. അങ്ങനെ സമ്മേളിക്കുന്ന അംഗങ്ങൾക്ക് ഏതൊരു ഭാഷയിലും പ്രസംഗിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകൾ എത്ര? 6 ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ പൊതുസഭയില് വിവിധ രാജ്യങ്ങളുടെ പ്രാതിനിധ്യമുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും 5 അംഗങ്ങളെ അയക്കാം. ആ 5 അംഗങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള ഭാഷയിൽ പ്രസംഗിക്കാം. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം മുൻകൂട്ടി പറയണം. ഇന്ന ഭാഷയിലാണ് പ്രസംഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ മുൻകൂട്ടി പറയണേ? എങ്കിലേ അതിന്റെ പരിഭാഷകനെ അവിടെ രക്ഷാസമിതിയിലേക്ക് നിയോഗിക്കാൻ കഴിയത്തുള്ളൂ. പരിഭാഷകനെ നിയോഗിച്ചാലല്ലേടേ ആ പ്രസംഗിക്കുന്ന കാര്യങ്ങള് ആ പൊതുസഭയിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ വെറുതെ എന്തെങ്കിലും പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? മറ്റ് രാഷ്ട്രങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്ന പൊതുസഭയിൽ നമ്മൾ പ്രസംഗിക്കുന്നേ. അപ്പൊ പ്രസംഗത്തിന്റെ ഉള്ളടക്കം മറ്റുള്ളവർക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ ആളെ നിശ്ചയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് അറിയിക്കണം. ഇന്ന ഭാഷയിലാണ് പ്രസംഗിക്കുന്നത്. അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഓക്കെ. ഒരു രാജ്യത്തിന് 5 അംഗങ്ങളെ അയക്കാമെങ്കിലും 5 അംഗങ്ങൾക്ക് വോട്ടുണ്ടോ? ഇല്ല. രാജ്യത്തിനാണ് വോട്ട്. അംഗങ്ങൾക്കല്ല, രാജ്യത്തിന്. 5 പേര് പങ്കെടുത്തുവെങ്കിൽ 5 പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. 5 പേരും കൂടെ ചർച്ച ചെയ്ത് ഒരു വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. 3 പേരാണ് പങ്കെടുക്കുന്നെങ്കിലും 2 പേര് വന്നില്ല, ആബ്സെന്റ് ആയിരുന്നു എന്ന് വിചാരിക്കാം. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. ഏ? അപ്പോ എല്ലാ രാജ്യങ്ങൾക്കും 5 അംഗങ്ങളെ വീതം അയക്കാം. ഒരുപക്ഷേ ഒരു രാജ്യത്ത് നിന്ന് 2 പേര് വന്നില്ല. വയ്യാതായിപ്പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യമായിപ്പോയി. അങ്ങനെ 3 പേരും കൂടെ ചർച്ച ചെയ്ത് ഒരു വോട്ടിടാം. ഓക്കെ. അപ്പൊ ഏതൊരു ഭാഷയിലും പ്രസംഗിക്കാം. എല്ലാവർക്കും കൂടി ഒരൊറ്റ വോട്ട് മാത്രം. അതായത് രാജ്യത്തിനാണ് വോട്ട്, അംഗങ്ങൾക്കല്ല. വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. സാധാരണഗതിയിൽ ഇപ്പോഴ് ഐക്യരാഷ്ട്രസഭ സമ്മേളിക്കുന്നത് ഏത് മാസമാണ്? സെപ്റ്റംബർ മാസമാണ് കേട്ടോ. ഇപ്പൊ നിലവില് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ സമ്മേളിക്കുന്ന ഏത് മാസമാണ്? സെപ്റ്റംബർ മാസമാണ് സമ്മേളിക്കാറ്. അത് മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. അപ്പോ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക ഘടകമാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ. അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യം. ഓരോ രാജ്യങ്ങൾക്കുമുള്ള പ്രാതിനിധ്യം 5 പേർ. ഈ 5 പേർക്ക് ഏതൊരു ഭാഷയിലും പ്രസംഗിക്കാം. എല്ലാവർക്കും കൂടി പക്ഷെ ഒരൊറ്റ വോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. സാധാരണത്തിൽ ഇപ്പോൾ സമ്മേളിക്കുന്ന ഏത് മാസമാണ്? സെപ്റ്റംബർ മാസവും. എന്തൊക്കെയാണ് ചുമതലകൾ? അല്ലെങ്കിൽ എന്തൊക്കെയാണ് പൊതുസഭയുടെ കടമകൾ അഥവാ ഉത്തരവാദിത്തങ്ങൾ? മനുഷ്യാവകാശ സംരക്ഷണമാണ് ഏറ്റവും പ്രാധാന്യം. മനുഷ്യാവകാശ സംരക്ഷണം. ഏതെങ്കിലും രാജ്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഇടപെടണം എന്നാണ് പറയുക. ഏതെങ്കിലും രാജ്യങ്ങൾ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുണ്ടെങ്കിൽ പൊതുസഭയിൽ ചർച്ച ചെയ്ത് ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. പുതിയ രാഷ്ട്രങ്ങളുടെ അംഗത്വം ഐക്യരാഷ്ട്രസഭയിൽ പുതുതായിട്ട് ഏതെങ്കിലും രാജ്യങ്ങളുടെ അംഗത്വം ഉണ്ടെങ്കിൽ
ആ അംഗത്വം തീരുമാനിക്കുന്നത് പൊതുസഭയാണ്. പൊതുസഭയിൽ ചർച്ച ചെയ്യുന്നു. പൊതുസഭയിൽ വോട്ടെടുപ്പ് നടത്തുന്നു. എത്ര ഭൂരിപക്ഷം വേണം? ആ 2/3 ഭൂരിപക്ഷം സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കും. രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്. കൂടാതെ 10 താൽക്കാലിക അംഗങ്ങളുണ്ട്. താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പൊതുസഭയാണ്. അവിടെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും എന്ത് ഭൂരിപക്ഷം വേണം? 2/3 ഭൂരിപക്ഷം അഥവാ സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഐക്യരാഷ്ട്രസഭയുടെ നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കുന്നത് പൊതുസഭയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമം നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ കടൽ നിയമങ്ങളൊക്കെ ആധികാരികമായി അന്തർദേശീയ കടൽ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഐക്യരാഷ്ട്രസഭയാണ് കേട്ടോ. അതൊക്കെ തീരുമാനിക്കുന്നത്, ചർച്ച ചെയ്ത് നിയമനിർമ്മാണം നടത്തുന്നത് പൊതുസഭയാണ്. പൊതുസഭയില് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ലും എന്ത് ചെയ്യണം? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ബജറ്റ് അവതരിപ്പിക്കുന്നതും ബജറ്റ് പാസ്സാക്കുന്നതും ബജറ്റിന്റെ നിയന്ത്രണവും ആരുടെ ചുമതല തന്നെ? പൊതുസഭയുടെ ചുമതല തന്നെ. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? 2/3 ഭൂരിപക്ഷത്തിൽ പാസ്സായിരിക്കണം. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രധാന ചുമതല എന്തൊക്കെ? മനുഷ്യാവകാശ സംരക്ഷണം, പുതിയ രാഷ്ട്രങ്ങളുടെ അംഗത്വം, രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുക, നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കുക, ബജറ്റിന്റെ നിയന്ത്രണം കൈയാളുക. സാധാരണഗതിയിൽ വാർഷിക സമ്മേളനം നടക്കുന്നത് നിലവിൽ സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. സെപ്റ്റംബർ 1-ന് ശേഷമുള്ള ആദ്യ ചൊവ്വ മുതൽ 2 ആഴ്ചക്കാലം, അതായത് 14 ദിവസം. ഓക്കെ. അപ്പോൾ മറക്കരുത്, വാർഷിക സമ്മേളനം നടക്കുന്നത് സെപ്റ്റംബർ 1-ന് ശേഷമുള്ള, അതായത് സെപ്റ്റംബർ മാസം, സെപ്റ്റംബർ 1-ന് ശേഷമുള്ള ആദ്യത്തെ ചൊവ്വ മുതൽ 2 ആഴ്ചക്കാലം, അഥവാ 14 ദിവസം. ഓക്കെ. സെപ്റ്റംബർ 1 ചൊവ്വയാണെങ്കിൽ അന്ന് നടക്കൂ? ഇല്ല. അടുത്ത ചൊവ്വ. സെപ്റ്റംബർ 1-ന് ശേഷമുള്ള ആദ്യ ചൊവ്വ മുതൽ അടുത്ത 2 ആഴ്ച. മൊത്തം 14 ദിവസം. അഥവാ 2 ആഴ്ച. ക്ലിയർ? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് പ്രസിഡന്റായ ആദ്യ വ്യക്തി, പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷമാണ് എങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പോൾ ഹെൻറി സ്പാഗ. ബെൽജിയംകാരനായ പോൾ ഹെൻറി സ്പാഗ. പേരിപ്പോ തന്നെ പഠിക്കണേ. ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് 1 വർഷ കാലാവധിയിലാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. അങ്ങനെ പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് പോൾ ഹെൻറി സ്പാഗ. ഏത് രാജ്യത്തെ വ്യക്തിയാണ്? ബെൽജിയം എന്ന രാജ്യത്തെ വ്യക്തി. ആദ്യ വനിതയും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് പ്രസിഡന്റായ ആദ്യ വനിതയും ആദ്യത്തെ ഇന്ത്യനും ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. 1953. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ എന്ന് ചോദിച്ചാലും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് പ്രസിഡന്റായ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാലും ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഏത് വർഷം? 1953. പൊതുസഭയുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി 1 വർഷമായിരിക്കും എന്നതുകൂടെ ഓർമ്മിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകമായ, എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ഘടകമായ പൊതുസഭയിലെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി 1 വർഷമായിരിക്കും. അങ്ങനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി പോൾ ഹെൻറി സ്പാഗ എന്ന ബെൽജിയംകാരൻ. ആദ്യ വനിതയും ആദ്യത്തെ ഇന്ത്യനുമായ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. 1953. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഈ സ്ലൈഡിൽ പഠിച്ച കാര്യങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് സാധാരണയിൽ സെപ്റ്റംബർ മാസമാണെന്ന് പറഞ്ഞു. സെപ്റ്റംബർ 1-ന് ശേഷമുള്ള ആദ്യ ചൊവ്വ മുതൽ 2 ആഴ്ചക്കാലം, അഥവാ 14 ദിവസം. ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പോൾ ഹെൻറി സ്പാഗ എന്ന ബെൽജിയംകാരൻ. പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിത അഥവാ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. 1953. പൊതുസഭയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷവുമാണ്. സംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, നല്ല പോഷകാഹാരം എന്നിവയ്ക്കുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടത് 1952. പൊതുസഭയുടെ ഒരു പ്രധാന തീരുമാനമാണ് നമ്മളിവിടെ പറയുക. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയത്, അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് എന്നാണ് 1959.
ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് അംഗീകരിച്ചത് ഏത് വർഷം? 1959. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? സംരക്ഷണം, സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, നല്ല പോഷകാഹാരം എന്നിവയ്ക്കുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് അംഗീകരിക്കപ്പെടുന്നത് 1959. ഓക്കെ അല്ലെ? അടുത്ത് പറയുന്നു, ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം പൊതുസഭ നടത്തിയത്. ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം പൊതുസഭ നടത്തിയത് 1989. ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ നടത്തിയത് ഏത് വർഷം? 1989. UN പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി സമ്മേളിച്ചത് 2002. അതായത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ, മുതിർന്നവർക്ക് പകരം ആര് പങ്കെടുത്തു? കുട്ടികൾ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം നടത്തിയത് എന്നായിരുന്നു? 2002. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, നല്ല പോഷകാഹാരം എന്നിവയ്ക്കുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത്, പാസാക്കിയത് 1959. ബാലാവകാശങ്ങളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രഖ്യാപനം, കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് പ്രഖ്യാപിച്ചത് 1989. UN പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത് 2002. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ, വിവിധ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ പരിശോധിച്ചു. ആ ഘടകങ്ങളിൽ പൊതുസഭയെ കുറിച്ച് വിശദമായി പഠിച്ചു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും പഠിക്കുക? രക്ഷാസമിതിയെ കുറിച്ച്. സംശയം എന്താ അല്ലെ? അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും റിവിഷൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്ന സമയത്ത് എത്ര ഘടകങ്ങൾ ഉണ്ടായിരുന്നു? 6 ഘടകങ്ങൾ. പൊതുസഭ, രക്ഷാസമിതി, സെക്രട്ടേറിയറ്റ്, സാമ്പത്തിക സാമൂഹിക സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, പിന്നെ പരിരക്ഷണ സമിതി. എന്നാൽ നിലവിൽ പ്രവർത്തിക്കുന്നത് എത്ര ഘടകങ്ങളാണ്? പരിരക്ഷണ സമിതി ഒഴികെ മറ്റുള്ള 5. ഇതിൽ പൊതുസഭയും രക്ഷാസമിതിയും സെക്രട്ടേറിയറ്റും ഈ മൂന്നും എന്തിന്റെ ഘടകം തന്നെയായിരുന്നു? ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയായി കണക്കാക്കുന്ന ലീഗ് ഓഫ് നാഷൻസിന്റെ ഘടകങ്ങൾ തന്നെയായിരുന്നു. ലീഗ് ഓഫ് നാഷൻസിന്റെ ഉപഘടകമായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇവിടെ അത് ഐക്യരാഷ്ട്രസഭയുടെ ഘടകമായിട്ട് മാറി. ലീഗ് ഓഫ് നാഷൻസിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യരാഷ്ട്രസഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഘടകമാണ് സാമ്പത്തിക സാമൂഹിക സമിതി. ലോകരാജ്യങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് സാമ്പത്തിക സാമൂഹിക സമിതി എന്ന് പറയുന്നത്. ഓരോന്നും നമ്മൾ വിശദമായി പഠിക്കും. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒഴികെയുള്ള ഘടകങ്ങളുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നെതർലൻഡിലെ ഹേഗാണ്. നിലവിൽ കാലഹരണപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ അഥവാ പരിരക്ഷണ സമിതി. എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടെ? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഭരണ സംവിധാനമില്ലാത്ത 11 ട്രസ്റ്റ് പ്രദേശങ്ങൾ അഥവാ 11 രാജ്യങ്ങളുടെ ഭരണ നടത്തിപ്പിന് വേണ്ടിയിട്ട്. ഈ പ്രദേശങ്ങൾ സ്വതന്ത്രമായതോടുകൂടി 1994 ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ അഥവാ പരിരക്ഷണ സമിതിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. അതുകൊണ്ട് നിലവിൽ ഐക്യരാഷ്ട്രസഭയിൽ എത്ര ഘടകങ്ങളുണ്ട്? 5 ഘടകങ്ങൾ. അതിൽ ആദ്യത്തേത് പൊതുസഭയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പൊതുസഭ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ ഘടകമാണ്. ആസ്ഥാനം ന്യൂയോർക്കാണ്. അംഗരാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ സമ്മേളിച്ച വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടത്തുന്ന വേദി. അത് ചിലപ്പോൾ രാജ്യത്തിന്റെ ആശയങ്ങളാകാം, അവകാശങ്ങളാകാം, ആശങ്കകളാകാം, എന്തോ ആയിക്കോട്ടെ. ഏതൊരു കാര്യത്തെക്കുറിച്ചും അന്തർദേശീയ തലവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ എണ്ണം മാറാം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ജനുവരി മാസം 10-ാം തീയതി ഇവിടെ ലണ്ടനിലാണ്. ആ ഡേറ്റ് മറക്കരുത്. 1946 ജനുവരി മാസം 10-ാം തീയതി ലണ്ടനിൽ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ വിശേഷിപ്പിക്കുന്ന വിവിധ പേരുകൾ എന്തൊക്കെ? ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നു, രാഷ്ട്രങ്ങളുടെ പാർലമെന്റ് എന്നറിയപ്പെടുന്നു, ലോകത്തിന്റെ സമ്മേളന നഗരി എന്നറിയപ്പെടുന്നു,
ഈവൻ കാര്യവിചാര സഭ എന്നറിയപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2/3 ഭൂരിപക്ഷമാണ്. അഥവാ പ്രത്യേക ഭൂരിപക്ഷമാണ്. എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഐക്യരാഷ്ട്രസഭയിലെ ഒരേ ഒരു ഘടകമാണ്, ഏക ഘടകമാണ് പൊതുസഭ. അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യം. ഓരോ രാജ്യങ്ങൾക്കുമുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത് 5 പ്രതിനിധികളെ അയക്കാം. 5ൽ കുറഞ്ഞ കുഴപ്പമുണ്ടോ? ഇല്ല. 5 പേരെ അയക്കാം. പരമാവധി 5 പേര്. 6 പേരെ അയക്കാൻ പറ്റില്ല. ഈ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ പ്രസംഗിക്കാം. ഒരു കുഴപ്പവും. പക്ഷേ എല്ലാവർക്കും കൂടെ ഒരൊറ്റ വോട്ട് മാത്രം. അത് രാജ്യത്തിനാണ് വോട്ട്. ഓക്കെ. വർഷത്തിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. സാധാരണ സമ്മേളിക്കാറ് സെപ്റ്റംബർ മാസം. എന്തൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രധാന ചുമതലകൾ? ഈ ചുമതലകളിന്മേൽ വോട്ടിടുമ്പോൾ പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാവുകയും വേണം. അത് മനസ്സിലുണ്ടാകണം. മനുഷ്യാവകാശ സംരക്ഷണം, പുതിയ രാഷ്ട്രങ്ങളുടെ അംഗത്വം, രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളെ തിരഞ്ഞെടുക്കുക, നിയമനിർമ്മാണ സഭയായി പ്രവർത്തിക്കുക, ഐക്യരാഷ്ട്രസഭയുടെ ബജറ്റിന്റെ പൂർണ്ണ നിയന്ത്രണവും ആർക്ക് തന്നെ? പൊതുസഭയ്ക്ക് തന്നെ. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ഘടകമായ, ഏറ്റവും വലിയ ഘടകമായ പൊതുസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ മാസം 1-ന് ശേഷമുള്ള ആദ്യ ചൊവ്വ മുതൽ 2 ആഴ്ച അഥവാ 14 ദിവസം. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയില് പ്രസിഡന്റായ ആദ്യ വ്യക്തി ബെൽജിയംകാരനായ പോൾ ഹെൻറി സ്പാഗ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ പ്രസിഡന്റായ ആദ്യത്തെ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് 1953. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നതും വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെ 53 തന്നെയാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും കാലാവധി 1 വർഷമായിരിക്കും. 1 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാം. സാധാരണത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വിരളമാണ്. ഓക്കെ. സംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പാർപ്പിടം, നല്ല പോഷകാഹാരം എന്നിവയ്ക്കുള്ള കുട്ടികളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങളുടെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചത് 1959. ബാലാവകാശങ്ങളെ സംബന്ധിച്ച അന്താരാഷ്ട്ര പ്രഖ്യാപനം അഥവാ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ചത് 1989. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത് 2002. അതായത് രാജ്യത്തെ പ്രതിനിധികളായി പങ്കെടുക്കുന്നത് സാധാരണ മുതിർന്നവരാണ് അല്ലെ? പൊതുസഭയിൽ പങ്കെടുക്കുന്ന 5 പേര്. ഇവിടെ കുട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അത്ര. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഏതൊക്കെയെന്നും അതിലെ ആദ്യ ഘടകമായ പൊതുസഭയെ കുറിച്ച് നമ്മൾ പഠിച്ചുറപ്പിച്ചു. കൃത്യമായി പഠിച്ചു വരിക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ മറ്റു ഘടകങ്ങളെ കുറിച്ച് വിശദമായി പഠിക്കും. അടുത്ത ക്ലാസ്സിൽ പ്രധാനമായും രക്ഷാസമിതി. ഓക്കെ. അപ്പൊ കൃത്യമായി പഠിച്ചു പോകാം. സമ്പൂർണ്ണമായിട്ട് SCERT പുസ്തകത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. കൃത്യമായി പഠിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ബൈ. അടുത്ത ക്ലാസ്സിൽ.